Good afternoon, Good ma'am. afternoon, teacher. Good afternoon, ma'am. Good afternoon. മാളവികയെ കണ്ടിട്ട് കുറേ അധികം നാളായല്ലോ. മാം ഞാനിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. പോകുന്നുണ്ട് അല്ലേ? അതാ കാണാത്തത്. 1 month. ഇപ്പൊ ഇന്ന് പൊങ്കൽ ആയതുകൊണ്ട് ലീവാണ്. പൊങ്കലായതുകൊണ്ട് അവധിയാണ് അല്ലേ? ആ. എങ്ങനെയുണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട്? നല്ലതാണ്. ശരിക്കും ഇപ്പൊ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്നേഹം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും. നല്ല എക്സ്പീരിയൻസ് ആണ് അല്ലേ? അതെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചർ എനിക്കും ഒന്ന് പൊങ്കലായതുകൊണ്ട് അവധിയാ. അവധിയാണല്ലേ? വളരെ നല്ലതാണ് ടീച്ചർ. വലിയ കുട്ടികളാ എനിക്ക്, 5, 6, 7. അതുകൊണ്ട് ഇച്ചിരി വില്ലന്മാരൊക്കെയാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ അത്ര സോഫ്റ്റ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല. 10 മണിക്ക് ക്ലാസ് തുടങ്ങി 4 മണി ആകുന്നത് അറിയാറില്ല. പിന്നെ എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നവർക്ക് എനിക്ക് എന്റെ ഫോൺ എവിടെയാന്ന് പോലും നോക്കാനുള്ള സമയം ഇപ്പൊ ഇല്ല. പിന്നെ ഭയങ്കര സ്ട്രെസ് റിലീഫ്. നമ്മൾ വീട്ടിലിരുന്നതിൽ നിന്ന് സ്കൂളിലേക്ക് പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മള് എന്തോ പറയാനില്ലാത്തൊരു സന്തോഷവും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അറിയുമല്ലോ. പിന്നെ നമുക്കൊരു 10 വയസ്സ് കുറഞ്ഞു പോയതുപോലെ 5ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമുക്കും 10 വയസ്സാണെന്ന് തോന്നും. അങ്ങനെ വളരെ നന്നായിട്ട് പോകുന്നു. പിന്നെയാണെങ്കിൽ ഞാന് ജനുവരി 5-ന് പോയി, ഫെബ്രുവരി 5 വരെ നേർത്തായിരുന്നു. അപ്പൊ 2-ാം തീയതി മോഡൽ എക്സാം അല്ലേ, അതുകൊണ്ട് ജനുവരി 31 കൊണ്ട് നിർത്തും. പിന്നെ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഈ സെലിബ്രേഷൻ പരിപാടികൾ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഡിസംബറിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകാന്നോർത്താ ഇരുന്നത്. അപ്പം ക്രിസ്തുമസ് സെലിബ്രേഷൻ ഉണ്ടല്ലോ, അപ്പൊ എക്സാമും അവധിയാന്നൊക്കെ പറഞ്ഞ് അവർ തന്നില്ല. അപ്പൊ ജനുവരിയിലേക്ക് കിട്ടി. അപ്പൊ എനിക്കൊരു വിഷമമായിരുന്നു. അപ്പൊ ഈ ശനിയാഴ്ച നാളെ കഴിഞ്ഞ് ആനിവേഴ്സറിയാ, വലിയ പരിപാടിയാ, രാത്രി 9 മണി വരെയുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷായി. അങ്ങനെയൊക്കെ സന്തോഷായിട്ട് പോകുന്നു. മൺഡേ തുടങ്ങിയല്ലേ പോയത്? മൺഡേ മുതൽ, ജനുവരി 5 മുതൽ. കുട്ടികൾ എങ്ങനെയുണ്ട്? കുട്ടികള് വലിയ കുട്ടികളായതുകൊണ്ട് കുസൃതിയും കുരുത്തക്കേടും ആണ്. പിടിച്ചിരുത്താൻ ഭയങ്കര പാടാണ്. പിന്നെ പഠിക്കണ്ട ടീച്ചറെ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ടീച്ചർ പഠിപ്പിക്കണ്ട ടീച്ചർ, വേറെ എന്തെങ്കിലും പറ, കഥ പറ, പാട്ട് പാട്, നമുക്ക് പഠിക്കണ്ട, അങ്ങനെ അങ്ങനെയാണ്. കുസൃതി ഇരുത്താൻ നമുക്ക് ഭയങ്കര പാടും. പിന്നെ സംശയങ്ങള്, പഠിക്കുന്ന ഒരു കാര്യമില്ല. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ടീച്ചറിന്റെ കൈ ഒന്ന് കാണിച്ച്, ടീച്ചറിന്റെ കൈയിലെ മോതിരത്തേലെ പേരൊന്ന് വായിച്ചു നോക്കട്ടെ, ചേട്ടന്റെ പേരൊന്നും പറയണ്ട, ഞങ്ങൾ തന്നെ വായിച്ചെടുത്തോളാം. അങ്ങനെ കുസൃതിയാണ്. പിന്നെ ടീച്ചറിന്റെ ചെയിനിന് എത്ര രൂപയാ, ടീച്ചറുടെ മാലയ്ക്ക് എത്ര രൂപയാ, അങ്ങനെ ടീച്ചറിന്റെ കൂടെ ചെരുപ്പാന്ന് തോന്നുന്നു എന്റെ, അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. അതർ കാര്യങ്ങള്. പിന്നെ വർത്താനം പറഞ്ഞിരുന്ന് സമയം കളയുക, അങ്ങനെ. പിന്നെ ഞാൻ പോയിടത്തുണ്ടല്ലോ, ഈ MR കുട്ടികളുണ്ട്. അത് മൊത്തം അങ്ങനെയാണെന്ന് പറയുന്നത് 100% അങ്ങനെ MR ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരിച്ചിരി ഡിസോർഡർ ഉള്ള കുട്ടികൾ, അങ്ങനെയുള്ളവർക്ക് ഭയങ്കര സ്നേഹം അവർക്ക് നമ്മളോട്. ചെല്ലുമ്പോ തന്നെ ചോദിക്കും, ടീച്ചറെ ഒരു പാട്ട് പാടട്ടെ, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. പിന്നെ ഞാനങ്ങ് പറയും ഒരു പാട്ട് പാടിക്കോളാൻ പറയും. അങ്ങനത്തെ ഒരു 3-4 എല്ലാ ക്ലാസ്സിലും ഉണ്ട് അങ്ങനത്തെ 1-2 കുട്ടികള്. ഇതിങ്ങനെ ഈ SNDP സ്കൂളാ, ഗവൺമെന്റ് എയ്ഡഡ് SNDP സ്കൂള്. അപ്പൊ ഇവിടെ എല്ലാം അങ്ങനെ കുറെ പാവപ്പെട്ട കുട്ടികൾ കുറെ പേരുണ്ട്. അതിൽ കുറെ പേര് ഇങ്ങനെ അനാഥാലയത്തിൽ നിന്ന് ഒരു പള്ളിയിൽ അച്ഛൻ കൊണ്ടു നിർത്തിയേക്കുന്ന കുറെ കുട്ടികളുണ്ട്. പിന്നെ ഈ ഫാമിലി ഇഷ്യൂസ് ഉള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, പിരിഞ്ഞു നിൽക്കുന്നതും അച്ഛൻ ഭയങ്കര കുടിയനായിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുള്ള പിള്ളേരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര അവർക്ക് നല്ല സ്നേഹമാണ് നമ്മളോട്, അവരോട് മിണ്ടാനും അങ്ങനെയൊക്കെ ഒരാളുള്ളപ്പോഴേ അങ്ങനെ ഭയങ്കര പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പൊ ഞാൻ സ്കൂള് വിട്ട് വന്നപ്പോ മഴയത്തൊരു കുട്ടി, അത് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ തന്നെ ഉള്ളതാ. വലിയ പരിചയം നമുക്കില്ലല്ലോ, അത്ര പരിചയം ആയില്ലല്ലോ നമുക്ക്. അപ്പൊ ഞാൻ ഈ കുട്ടീനെ കൊടയെ കയറ്റി കൊണ്ടുവന്ന വഴിക്ക് ഇവളെന്നോട് കുറേ സംസാരിച്ചു. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയോട് അങ്ങോട്ട് സംസാരിച്ചു, വീട്ടിലാരൊക്കെയാ അങ്ങനെയൊക്കെ.
പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരി അവളുടെ അമ്മയുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെയാണ്. അപ്പൊ ഞാൻ ഓർത്തിട്ട് ഇപ്പൊ ഈ കുട്ടിയുടെ പേരൻസ് വല്ല ഗൾഫിലും ആയിരിക്കും, ഇപ്പൊ അങ്ങനെയല്ലേ കൂടുതലും. അപ്പൊ ആ കുട്ടി അമ്മ എന്ത് ചെയ്തു ഞാൻ ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അമ്മ മരിച്ചു പോയതാന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ സൂയിസൈഡ് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. 5-ലാ കുട്ടി പഠിക്കുന്നത്. അപ്പൊ 4.5 വർഷമായി അമ്മ മരിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ മേ ബി 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ അല്ലെ 1-ലാകുന്നതിന് മുമ്പ് മരിച്ചു പോയതല്ലേ. അങ്ങനെ എന്നിട്ട് പുള്ളിക്കാരി തന്നെ കുറെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. എന്നെ അച്ഛനും അമ്മേനെ കൊന്നേന്നും പറഞ്ഞ് ഇപ്പോഴും കേസാണ്, അതുകൊണ്ട് അച്ഛനെ വീട്ടിൽ കയറ്റില്ല, ഞാൻ അമ്മയുടെ ഒക്കെ കൂടെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സങ്കടങ്ങൾ. പിന്നെ അത് എതിലെയോ നടന്നു പോയപ്പോ ഭായിമാരാരാണ്ട് വിളിച്ചൂന്ന്, അതിനെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകാൻ പറഞ്ഞ് വിളിച്ചൂന്ന്. വീട്ടിലൊന്നും ആരും ഇല്ലല്ലോ. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആര് വിളിച്ചാലും വണ്ടിയെ കയറി പോകരുത്, ആരുടെയും കയ്യിൽ നിന്ന് ഒരു ഭക്ഷണവും മേടിച്ച് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ മോള് പഠിക്കുന്ന അംഗൻവാടിയുടെ അടുത്താണ് ഈ കുട്ടിയുടെ വീട്. അപ്പൊ ഞാൻ അംഗൻവാടി ടീച്ചറിനോട് ചോദിച്ചു. അപ്പൊ അംഗൻവാടി ടീച്ചർ പറഞ്ഞു അതിന്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ, രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാം അധികമായാൽ അമൃതും വിഷം അല്ലേ, അതുപോലെ സ്നേഹം കൂടി അവസാനം ഈ ഹസ്ബൻഡിന് സംശയം മൂത്തുള്ള പ്രശ്നങ്ങൾ വന്ന് അവസാനം പുള്ളിക്കാരി അങ്ങ് തൂങ്ങി വെച്ചു. അങ്ങനത്തെ കുറെ കുട്ടികളെ. അപ്പൊ നമ്മൾ ഇച്ചിരി വലിയ ക്ലാസ് ആയതുകൊണ്ട് ഇവര് നമ്മളോട് ഇങ്ങനെ എല്ലാം പറയും. എല്ലാം എന്താ നല്ലതാണ്. പിള്ളേരൊക്കെ നന്നായിട്ട് പോകും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോയത് സത്യത്തിൽ. പക്ഷെ അവിടെ ചെന്നപ്പോ ശരിക്കുള്ള അവരുടെ ഇംഗ്ലീഷ് ടീച്ചറിന്റെ മോള് UK-ന്ന് വന്നു. 3 വർഷം കൂടി വരുന്നതാ. അതുകൊണ്ട് ടീച്ചർ ഉണ്ടല്ലോ 1 മാസത്തേക്ക് ലീവാ. അപ്പൊ എനിക്ക് ശരിക്കുള്ള ഇംഗ്ലീഷ് അവരുടെ ടെക്സ്റ്റ് തന്നെ അങ്ങ് പഠിപ്പിക്കാൻ കിട്ടി. അങ്ങനെ സന്തോഷായിട്ട് പോകും. ഓക്കെ. മിസ്സേ, ഞാന് തിങ്കളാഴ്ച തൊട്ട് പോവാണ് കേട്ടോ. തിങ്കളാഴ്ച തൊട്ട് പോവാണ് അല്ലേ? KG സെക്ഷനാണ്, അതിന്റെ ടെൻഷനിലാണ്. എങ്ങനെയാ എന്താന്നൊന്നും അറിയില്ല. ഞാന് വലിയ ക്ലാസ്സിലെ പിള്ളേരെ തന്നെയാ പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പേ. KG സെക്ഷൻ എനിക്ക് അറിയില്ല. അപ്പൊ അളകോടൊക്കെ ഒന്ന് ചോദിക്കണം. സ്മൂത്ത് ആയിട്ട് പോകും കേട്ടോ, കോൺഫിഡന്റ് ആയിട്ട് പോവാ. സുബിത പോകുന്നുണ്ടോ? സുബിത ഞാൻ ചോദിച്ചിട്ടുണ്ട് മിസ്സേ. അതെ, ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാ ചോദിച്ചത്, ഇവിടെ അടുത്തുള്ള പള്ളി സ്കൂളിലെ. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പാള് പറഞ്ഞത് AEOടെ പെർമിഷനും കൂടി കിട്ടിയാലേ അവിടെ അലോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞു AEOക്ക് ഒരു പെർമിഷൻ ലെറ്റർ അയച്ചു നോക്കാം, പക്ഷെ നമ്മളെ ചിലപ്പോൾ അവിടെ അലോ ചെയ്യുള്ളൂ എന്ന്. അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം വേറെ സ്കൂളിൽ ചോദിക്കാൻ. അവിടെ വേറെ സ്കൂളിൽ ചോദിച്ചിട്ടുണ്ട്, അത് വീടിന്റെ അടുത്തുനിന്ന് കുറച്ച് ലോങ് ആണേ. അപ്പൊ എനിക്ക് ട്യൂഷൻ ഉള്ളത് കൊണ്ട് 5 മണിക്ക് വീട്ടിലെത്തുന്ന രീതിയിൽ വരണം. 5 മണിക്ക് ട്യൂഷൻ തുടങ്ങി. അപ്പോ ഇതാണെങ്കിൽ എനിക്ക് സുഖമായിരുന്നു, 4:30 ആകുമ്പോഴേക്ക് എത്തും. അത് തിരിച്ചയച്ചിട്ട് ഇവിടെ ചോദിച്ചത്. അപ്പൊ അവരിങ്ങനെയാണ് പറഞ്ഞത്, റിപ്ലൈ കിട്ടിയാലേ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അവിടെ പോയി ചോദിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോയി നോക്കണം. എത്ര പേരുണ്ടാവും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ? എത്ര പേരുണ്ടാകും? ആരൊക്കെയാ പോകുന്നത്? ശുഭ പോകും, സ്മിനു പോകും, തിങ്കളാഴ്ച തുടങ്ങി. സുബിത ഉണ്ടാവോ? അടുത്ത ആഴ്ചയൊക്കെ ഉണ്ടാവോ ക്ലാസ്സില്? എന്തായാലും ബുധനാഴ്ച വരെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് പോയി തുടങ്ങുള്ളൂ അല്ലെ? ബാക്കി ഉണ്ടാവോ? സ്റ്റുഡൻസ് ഉണ്ടാവോ നമ്മുടെ ഇടയിൽ? എത്ര പേരാ ഉള്ളത്? രാജലക്ഷ്മി, രാജേശ്വരി. അതാണ്. ശനിയാഴ്ച ക്ലാസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങക്ക് കയറാൻ പറ്റുമോ? ശനിയാഴ്ച ഞാൻ ഉണ്ടാവില്ല മാം, ഞങ്ങക്ക് അന്നാ ആനിവേഴ്സറി. ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരുന്നുണ്ടെങ്കിൽ. ഇൻഫോർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? ഇല്ല, വന്നിട്ടില്ല അല്ലെ? ഞാൻ നോക്കട്ടെ. നമുക്ക് ഈ ടെൻഡൻസി ഈ ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കലിന്റെ സ്കീമിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും അത് തീരുമ്പോ. 1.5 മണിക്കൂറൊക്കെ 2 ക്ലാസ് കൊണ്ടൊക്കെയാണ് അത് തീർക്കാൻ പറ്റുക. പിന്നെ നമ്മുടെ പ്രാക്ടിക്കലിന്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വീഡിയോ ഓർമ്മയുണ്ടോ? ലൈവായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്യണമെന്ന് ലാസ്റ്റ് ക്ലാസ് ഒക്കെ ആവുമ്പോ. നമ്മുടെ മൊഡ്യൂൾ 3 ക്യാരറ്റ് കട്ടിങ്, അതുപോലെ തന്നെ എന്താ പറയാ മിറർ പോളിഷിങ്, കുറേയധികം ആക്ടിവിറ്റീസ്, സ്പൂണിങ്, പോറിങ് ഇല്ലേ? ഞാൻ കുറച്ച് നാൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ്? ഒരു വട്ടം ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തായിരുന്നു.
അതിന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ, അതായത് സ്പൂണിങ് പോറിങ് ഒക്കെ ചെയ്യാറുണ്ട്. അത് ഒരു 2 ക്ലാസ്സോട് കൂടി തീർക്കാന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക. നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അത് നമ്മള് ടെൻഡൻസി കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ സ്കീമുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ 15 ദിവസത്തേക്കാ പോണേ മാം. 15 ദിവസത്തേക്കാണ് അല്ലേ? അവിടെ അവർക്ക് അപ്പോഴേക്കും ആനിവേഴ്സറി തുടങ്ങും, എക്സാം തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ഞാൻ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് പോവാന്നാ വിചാരിച്ചത്. അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ ചെല്ലാൻ പറഞ്ഞു അവര് നമ്മളോട്. ഞാൻ ഡിപ്ലോമയുടെ എക്സാമും കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചത്. അപ്പൊ അവർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടൂർ ഉണ്ട്, പിന്നെ ആനുവൽ ഡേ വെന്റ്, പിന്നെ എക്സാമിന്റെ കാര്യങ്ങളാവും, അപ്പൊ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അത് കാരണം ഈ തിങ്കളാഴ്ച തൊട്ട് 15 ദിവസം കിട്ടുന്ന വിധത്തില് പോവും അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഗ്രിഗാറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. സുബിത ഒന്ന് റീഡ് ചെയ്യാമോ? Yes. The aspect of culture which is supported by togetherness and communication is language consisting of speech, messages, records and literature. Our tendency to be gregarious leads us to share with others our experience of the environment, and this is acting in concern with our tendency to communicate. That helps to bind people through shared experience. Shared disclosure through exploration binds people spiritually and emotionally, and thus leads to the formation of language. Thanks. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ സുബിത? ഒന്നുകൂടി വായിച്ചു നോക്കട്ടെ മിസ്സേ. The aspect of culture which is support for togetherness communication is language consisting of speech, records of life. Our tendency is to share with other experiences. The aspect of culture which is supported to togetherness. The aspect of culture which is supported and communication. Our tendency to leads to share with our എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലായില്ലേ മിസ്സേ. ഓക്കെ ഓക്കെ, അതായത് ഗ്രിഗാറിയസ്നെസ് എന്ന് പറഞ്ഞാല് കൂട്ടായ്മയാണ്, അതുപോലെ തന്നെ ആശയവിനിമയം. 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം മനുഷ്യർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ? നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മളൊക്കെ ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? ആണോ? നിങ്ങളൊക്കെ ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടമായിട്ടാണോ ജീവിക്കുന്നത്? എങ്ങനെയാ ജീവിക്കുന്നത്? കൂട്ടമായിട്ട്, സമൂഹമായിട്ട്. കൂട്ടമായിട്ടാണ് അല്ലെ? നമ്മൾക്കൊരു ഫാമിലി ഉണ്ട്, ആ ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമുക്ക് കുറെ അധികം റിലേറ്റീവ്സ് ഉണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൂട്ടമായിട്ട് ജീവിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഇതിനെയാണ് ഗ്രിഗാറിയസ്നെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഒരിക്കലും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കൂട്ടമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്കിടയിൽ സംഭവിക്കുന്നത്? നമ്മുടെ ഒരു ഫാമിലി അല്ലെ? നിങ്ങൾ നിങ്ങളുടെ തന്നെ ഫാമിലി ഒന്ന് ഇമാജിൻ ചെയ്യുക. പരസ്പരം മിണ്ടാതിരിക്കോ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ? എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യാ?
ഒരു ഫാമിലി ആവുമ്പോ Communication. പരസ്പരം സംസാരിക്കില്ലേ? മനുഷ്യൻ കൂട്ടമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണത് പരസ്പരം സംസാരിക്കുക എന്നുള്ളത്, അല്ലെ? അതിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, അല്ലെങ്കിൽ പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ ആവാം, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും, അല്ലെ? അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ സംസാരിക്കാറുണ്ട്. പിന്നെ പല രീതിയിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാറുണ്ട്, സന്ദേശങ്ങൾ കൈമാറാറുണ്ട്, അല്ലെ? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാറുണ്ട്. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രിഗോറിയസ്നെസ്സിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ ഉപരി കൂട്ടമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും സന്ദേശങ്ങൾ കൈമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഇതിലൂടെ എന്തുണ്ടാകുന്നു? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആയാലും ഗ്രിഗോറിയസ്നെസ് ആയാലും എന്താണ്? മനുഷ്യന് ഉണ്ടാകുന്ന ടെൻഡൻസിയാണ്. ഓരോ മനുഷ്യർക്കും എന്തുണ്ട്? ഗ്രിഗോറിയസ്നെസ് എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷനും അവരിൽ നടക്കുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതായത് ഒരു ക്ലാസ് റൂമില് ഒരു കുട്ടി ഗ്ലൂമി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. രാവിലെ ആ കുട്ടി സ്കൂളിൽ വന്നപ്പോ തുടങ്ങി, ക്ലാസ്സിൽ വന്നപ്പോ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടൊരു സങ്കടപ്പെട്ട് ഏകാന്തമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞ് തിരിച്ച് അവൻ, അതായത് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തിരിച്ച് അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവന് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും? അതിനിടയ്ക്ക് എന്താ അവിടെ നടന്നിട്ടുണ്ടാവുക? ഗ്ലൂമി ആയിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടി ഈവനിങ് ആയപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? കുട്ടികളുമൊത്തുള്ള ഇന്ററാക്ഷനും ടീച്ചേഴ്സിനോടുള്ള അതെ അതെ, അതായത് മനുഷ്യന്ന് പറയുമ്പോൾ അത് കുട്ടികൾ മാത്രമല്ല, വലിയവരായാലും, അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഫീലിങ്സ്, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിന്, നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോ ടെൻഷൻ ഉണ്ടാകും, അല്ലെ? പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും മനുഷ്യർക്ക്. അപ്പോ ആ ഒരു നമുക്കിപ്പോ എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ എന്താണോ, അത് അതേ ഒരു എന്താ പറയാ തീവ്രതയോട് കൂടി, അല്ലെങ്കിൽ അതേ ഒരു ഫീലിങ്ങോട് കൂടി നമ്മള് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കുറെ നേരം കഴിഞ്ഞിട്ടല്ല കേട്ടോ ഷെയർ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോ ഈ ഒരു മൊമെന്റിൽ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു വിചാരിക്കാം. ഞാൻ ആ മൊമെന്റില് അതേ ഒരു എന്താ പറയാ തീവ്രതയോട് കൂടി ഞാൻ എന്ത് ചെയ്യുവാണ്? ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് തുറന്നു പറയുവാണെങ്കിൽ ആ ഒരു വിഷമം എനിക്ക് അവിടെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഡിഫൻസ് മെക്കാനിക്സ് പഠിച്ചിട്ടില്ലേ? മനസ്സിലായോ പറഞ്ഞത്? ആ, അപ്പൊ ഈ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. അതായത് ഈ കുട്ടി രാവിലെ വന്നപ്പോ ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവന്റെ കൂട്ടുകാരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂട്ടുകാർ അവനോട് ചോദിച്ചു, എന്താണ് നിനക്ക് ഇത്ര വിഷമം വരാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ വിഷമം എന്താണെന്ന് അവൻ കൂട്ടുകാരോട് തുറന്നു പറഞ്ഞു. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ വൈകുന്നേരം ആയപ്പോ എന്ത് ചെയ്തു? അവന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറി അവൻ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. ഇവിടെ ആ കുട്ടി ഫീലിങ്സ് നിലനിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കുട്ടിയുടെ വിഷമം ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യാതെ ഒരു മനുഷ്യനും ജീവിക്കാനായിട്ട് സാധിക്കില്ല. മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒന്നില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോട് ആ ഫീലിങ്സ് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ നമ്മുടെ കൊളീഗ്സിനോട് ആരോടെങ്കിലും ആ വിഷമം തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ ആ ഫീലിങ്സ് അതേപടി നിലനിർത്തിക്കൊണ്ട് നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ സങ്കടം എന്ത് ചെയ്യും? കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പരസ്പരം ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന് എന്തുണ്ട്? ജനിച്ച അന്ന് തുടങ്ങി മരണം വരെ ഷെയർ ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കുട്ടികളിൽ ഉണ്ടാകാം, വലിയ ആളുകളിലും ഉണ്ടാവാം, മുതിർന്ന വ്യക്തികളിലും ഉണ്ടാവാം, അല്ലെ? നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയെന്ന് വിചാരിക്കാം, നമ്മളത് മറ്റൊരാളോട് പറയാതിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
മറ്റൊരാൾക്ക് ദോഷം വരുന്ന ഒരു കാര്യമാണെങ്കിലും മറ്റൊരാൾക്ക് എന്താ പറയാ സന്തോഷം വരുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഷെയർ ചെയ്യാറില്ലേ? ആലോചിച്ച് നോക്കിയേ. അത് നമ്മള് ആരോടും പറയരുത് കേട്ടാന്ന് പറഞ്ഞ കാര്യം വരെ എല്ലാവരും പറയും. അതെ, അതെ. അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ഒരാള് നമ്മളോട് അത് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം അത് കേട്ടോ, നീ ഇത് വേറെ ആരോടും പറയരുത്. പക്ഷെ എന്ത് അപ്പൊ ചെയ്യും, നമുക്ക് നമ്മുടെ പറയാനുള്ള മനസ്സിലില്ല. ഇത് കൂടും. ആ, നമ്മൾക്കത് ആരോടെങ്കിലും പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത കിട്ടുള്ളൂ അല്ലെ? അതെ അപ്പൊ അതെ എന്ത് തന്നെയായാലും നമ്മളത് പറയുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട് അല്ലെ? ഒരാളോട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ മറ്റേ നമ്മുടെ മനസ്സിന് ഒരു രസതന്ത്രത്തിന് ആശ്വാസം മിനിമം കിട്ടുന്നുണ്ട്. ഇന്നസെന്റില് അതേപോലെ. അതെ. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടെൻഡൻസിയാണ് മനുഷ്യന്റെ. നമ്മുടെ മനസ്സിൽ എന്തിരിക്കില്ല, ഒരു കാര്യവും ഇരിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒരു ടെൻഡൻസിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ മോശം, അതായത് സന്തോഷമുള്ള ഇപ്പൊ ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും നല്ലൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മളത് എന്ത് ചെയ്യും? നമ്മൾക്കറിയാവുന്ന ആളുകളോട് പറയില്ലേ? പറയാറുണ്ടോ? തീർച്ചയായിട്ടും പറയും അല്ലെ? അപ്പൊ അതെന്താണ്, നമ്മുടെ മനസ്സിലിരിക്കില്ല അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? അത് ഷെയർ ചെയ്യും. അപ്പൊ ഷെയർ ചെയ്യാതെ മനുഷ്യന് ജീവിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പൊ ഒരു മനുഷ്യന്റെ ജനനം മുതല് മരണം വരെ മനുഷ്യനുണ്ടാകുന്ന ടെൻഡൻസിയാണെന്ത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? നമ്മള് ഒരാളോട് അല്ലെങ്കിൽ മറ്റൊരാളോട് നമ്മള് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായോ എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഗ്രിഗാറിയസ്നെസ്സും എന്താണെന്ന് മനസ്സിലായല്ലോ? കൂട്ടമായിട്ട് ജീവിക്കുന്നതിനെയാണ് ഗ്രിഗാറിയസ്നെസ് എന്ന് പറയുന്നത്. കൂട്ടമായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം ഫീലിങ്സ്, എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. മാത്രമല്ല, ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങള്? നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുമോ? ഒരിക്കലും ഇല്ല. നമ്മൾക്കിപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് സംസാരിച്ചാലാണ് എന്ത് കിട്ടുക? നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് അതുപോലെ തന്നെ പലതരത്തിലുള്ള കൾച്ചർ ഇതൊക്കെ ഡെവലപ്പ് ആകാനായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസിയിലൂടെ സാധിക്കും. ഈ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ വേറൊരു കാര്യം പറയാനുള്ളത്, പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു. ഇനി സംസാരിക്കുന്ന രീതി അനുസരിച്ച്, ആളുകളുടെ സ്വഭാവം അനുസരിച്ച് ആളുകളെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. കേട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ ഏത് ടൈപ്പിലാണ് പെടുന്നത്? നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ? മിസ്സേ, വീഡിയോ ഓൺ ചെയ്ത് വർത്താനം പറയാൻ എനിക്ക് ധൈര്യം കുറവാ. പക്ഷെ കുറവാണ്. അതാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ടെൻഷൻ വന്നത്. എനിക്ക് സ്റ്റേജ് ഫിയർ ഭയങ്കര കൂടുതലാണ്. നേരെ മറിച്ച് ഞാൻ ഫോണിൽ കൂടി ആയാലും വീഡിയോ ഓൺ ചെയ്യാണ്ടായാലും എത്ര വേണമെങ്കിൽ ഞാൻ വർത്താനം പറയും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫോണിൽ കൂടിയൊക്കെ നല്ല പോലെ വർത്താനം പറയും. ഇപ്പോ പക്ഷെ പുറമെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. നമ്മൾ പറയണത് കറക്റ്റ് ആണോ എന്താന്ന് അറിയില്ല. അത് ഫോണിൽ കൂടി ആണെങ്കിൽ ഞാൻ പറയും കേട്ടോ, തെറ്റിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പറയും. പക്ഷെ നേരിട്ട് കണ്ട് വർത്താനം പറയുമ്പോ എനിക്ക് എന്തോ ഒരു ടെൻഷൻ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കൂളിൽ പോയി ഹെഡ് മിസ്ട്രസിന്റെ അടുത്ത് വർത്താനം പറഞ്ഞപ്പോ വെറുതെ ഞാൻ വിറക്കിയായിരുന്നു. എന്നിട്ട് ടീച്ചർ എന്നോട് ചോദിക്കാൻ, എന്തിനാണോ താൻ വിറക്കണേ? എന്താന്ന് അറിയില്ല. ഭയങ്കര നേരിട്ട് ചെന്ന് വർത്താനം പറയുമ്പോ ഭയങ്കര ടെൻഷൻ. അല്ലാങ്കിൽ കുഴപ്പമില്ല. ആ ടീച്ചറോട് തന്നെ ഞാൻ ഫോണിൽ കൂടെ ഇഷ്ടം പോലെ വർത്താനം പറഞ്ഞിട്ടുള്ളതാ. എന്നാലും നേരിട്ട് ചെന്ന് പറയുമ്പോ അതാണ് ഇപ്പൊ എനിക്ക് കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉള്ള ഒരു പേടി. അത് ചെറുപ്പം മുതലേ ഉള്ളതാ. സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയാ. അല്ല, ഉൾവലിഞ്ഞു നിൽക്കുന്ന സ്വഭാവം ഉണ്ടോ? എന്തിനും നമ്മളിപ്പോ എല്ലാവരും കൂടുമ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ, പാട്ട് പാടാനോ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നമ്മള് പറഞ്ഞ തെറ്റാവോ, പാട്ട് പാടുമ്പോ തെറ്റാവോ എന്നൊക്കെ തോന്നും. കൂടുതല് സമൂഹമായിട്ടുള്ള ഒരു ഇപ്പൊ ഫംഗ്ഷനൊക്കെ വരുമ്പോ പരമാവധി ഉൾവലിഞ്ഞ് നിൽക്കുള്ളൂ.
അങ്ങട് അധികം അങ്ങനെ ചെന്ന് വർത്താനം പറയല് കുറവാണ്. എന്നാ ഇത്തിരി പരിചയമായി കഴിഞ്ഞാൽ ഭയങ്കര വർത്താനാ. അങ്ങനെയുള്ള ഒരു പേടി. നമ്മൾ പറയണത് ഇനി അവർക്ക് നമ്മൾ പറയണത് തെറ്റാന്ന് തോന്നുമോ, വിഡ്ഢിത്തരാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയാണ്. പക്ഷെ അത് കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട് അല്ല, മാറും കേട്ടോ. അതിപ്പോ അങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ടാണ്. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ടൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മാറും കേട്ടോ. പതുക്കെ പതുക്കെ അത് മാറിക്കോളൂ തമ്മിലും. ഓക്കെ. പിന്നെ വേറെ ആരാണ്? ശുഭ ഏതിൽ പെടുന്നതാ? എക്സ്ട്രോവേർട്ട് ആണ് അല്ലേ? ആണോ? അതെ ടീച്ചർ. എനിക്കങ്ങനെ മിണ്ടാനും പറയാനും മടിയൊന്നുമില്ല. എക്സ്ട്രോവേർട്ട് ആണ്. എനിക്ക് ആരോടും മിണ്ടാനോ ഒന്നും പറയാനും മടിയൊന്നുമില്ല. എന്റെ മോളും അതുകൊണ്ട് അങ്ങനെയാണ്. എല്ലാരും പിന്നെ എനിക്കും ഉണ്ടല്ലോ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും അങ്ങനത്തെ ഇതാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ വലിയ തെറ്റോ അങ്ങനത്തെ വലിയ പേടിയൊന്നും എനിക്കില്ല. പിന്നെ അറിയത്തില്ല, എന്റെ അമ്മയൊക്കെ അങ്ങനെയാണ്. എന്റെ അമ്മ അങ്ങനെയാണ്, എന്റെ മോളും അതുകൊണ്ട് അങ്ങനെയാണ്. എനിക്കങ്ങനെ ആരോടും മിണ്ടാനും അങ്ങനെ വലിയ പേടി അങ്ങനെയൊന്നും അങ്ങനെ പരിചയക്കുറവൊന്നും എനിക്ക് ആരും തോന്നാറില്ല. അവിടെ എനിക്ക് എല്ലാരെയും പെട്ടെന്ന് പരിചയമാകും. അങ്ങനെ ആരെയും മിണ്ടാതിരിക്കുക അങ്ങനെ പേടിയൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ സ്കൂളിൽ ഇപ്പൊ പിള്ളേരോട് എനിക്ക് അങ്ങനെ പേടിയൊന്നും സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോ അത് നമുക്ക് അറിയത്തില്ലാത്ത സാധനം ആയതുകൊണ്ട് അയ്യോ ഇത് എന്ത് പറഞ്ഞു കൊടുക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അല്ലാണ്ട് പിള്ളേരെ കാണാനൊന്നും എനിക്ക് പേടിയില്ലായിരുന്നു. പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ നമ്മൾ ഓൾറെഡി നോക്കി പഠിച്ച യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടാ പോകുന്നത്. അപ്പൊ കുഴപ്പമില്ല. 8 പീരീഡ് ഉണ്ട് ഒരു ദിവസം, അരമണിക്കൂർ വെച്ചാ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. അതുകൊണ്ട് ഈ അരമണിക്കൂർ തീരും ഇവരെ പഠിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും. അപ്പൊ നമുക്ക് വലിയ പേടിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇംഗ്ലീഷ് ടീച്ചർ ലീവായി പോയത് കൊണ്ട് ടെക്സ്റ്റ് കിട്ടിയല്ലോ. ടെക്സ്റ്റ് കിട്ടിയപ്പോ പിന്നെ ഒരു പാടുമില്ല. അവരുടെ ടെക്സ്റ്റ് നമ്മൾ തലേ ദിവസം പഠിച്ചിട്ട് പോയി പഠിപ്പിക്കും. അപ്പൊ പിള്ളേരെ കാണാനൊന്നും കുഴപ്പമൊന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ വലിയ പേടിയൊന്നും എനിക്കില്ലോടും. പിന്നെ പറഞ്ഞ പോലെ അങ്ങനെ വേറെ ഒന്നും എനിക്കില്ല. ഓക്കെ. സുബിത എക്സ്ട്രോവേർട്ട് ആണോ, ഇൻട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ? ഞാൻ ഇൻട്രോവേർട്ട് അവസ്ഥ. എനിക്ക് പിന്നെ സംസാരിക്കാനാ. പിന്നെ കുറെ ആൾക്കാര് കൂടി നിൽക്കണോടത്ത് വേഗം പോയിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്, ടെൻഷനാണ്. പിന്നെ കുട്ടികളായിട്ട് എനിക്ക് കൂടുതൽ കമ്പനി. ഒരു 8 വർഷമൊക്കെ ഉണ്ടാവും ട്യൂഷൻ എടുത്തു തുടങ്ങിയിട്ട്. അപ്പൊ കുറെ കുട്ടികളായിട്ട് അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെ അവര് കാണാം. അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അവരായിട്ട് നമ്മളെങ്ങോട്ടെങ്കിലും പോയ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അവരായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ സ്കൂളിലെ കാര്യങ്ങൾ അവർ നമ്മുടെ അടുത്ത് പറയും. അപ്പൊ നമുക്ക് നല്ല ഒരു ഫ്രണ്ട്ലി ഫീലിംഗ് ഉണ്ടാവും. അല്ലാണ്ട് വലിയ ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ഇവരുടെ പേരൻസിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് പോയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ എന്താ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നല്ല പറയാ, ഭയങ്കര ടെൻഷനാവും. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ഇനിയിപ്പൊ സ്കൂളിൽ പോയി തുടങ്ങുമ്പോ കുട്ടികളെ തന്നെ മാനേജ് ചെയ്യാനല്ല എനിക്ക് ടെൻഷൻ തോന്നും. നമ്മളിപ്പോ സ്റ്റാഫ് റൂമിൽ പോയിരിക്കുമ്പോ മറ്റേ ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ, അവരായിട്ട് എങ്ങനെ നമ്മള് സംസാരിക്കുക, അവരായിട്ട് എങ്ങനെ പെരുമാറുക, അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ ടെൻഷൻ. കുട്ടികളെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ പഠിപ്പിക്കാനോ മാനേജ് ചെയ്യാനോ നമുക്ക് കുഴപ്പമില്ല. കുറച്ച് വർഷമായിട്ടുള്ള ഒരു ഇത് കാരണം അതത്ര കുഴപ്പം തോന്നുന്നില്ല. അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ ബാക്കിയുള്ള ആളുകളായിട്ട് അവരായിട്ട് എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് എനിക്ക് ടെൻഷൻ. അങ്ങനെ ഞാൻ രണ്ടിലും പെടും. ആംബിവേർട്ടാണ്. അല്ലേ? ചിലപ്പോ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം, ചില സമയത്ത് എല്ലാരുമായിട്ട് മിങ്കിൾ ചെയ്യും. അങ്ങനെ. നമുക്ക് ഹസീനയോടൊന്ന് ചോദിച്ചു നോക്കാം. ഹസീനയുടെ വോയിസ് ഇതുവരെ കേട്ടിട്ടില്ല, റെസ്പോണ്ട് ചെയ്യാമോ? ഹലോ മിസ്സേ. ഹസീന ഇടക്കിടക്ക് കേറാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ലെഫ്റ്റ് ചെയ്ത് പോവാറുണ്ടല്ലേ ആയിട്ട്. മിസ്സേ ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ആയിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞു 15 ദിവസം പോയി. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ്? കുഴപ്പമുണ്ടായിരുന്നില്ല. നന്നായിട്ട് ചെയ്യാൻ പറ്റി.
ക്ലാസ് കാണാറുണ്ടോ? റെക്കോർഡ് ക്ലാസ് കാണാറുണ്ടോ? ക്ലാസ് ഇപ്പൊ കുറച്ചായിട്ട് ദിവസമായിട്ട് മിസ്സിലുണ്ട്. റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്, ഇപ്പൊ കാണുന്നുണ്ട് അതെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ. ആ ആ ഹസീന ഏതിലാണ് വരുന്നത്? ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ? ഇൻട്രോവേർട്ടാണ്. ഞാൻ സ്റ്റേജിൽ കയറാനൊക്കെ പേടിയുള്ള ആളാണ്. മറ്റേ സ്റ്റേജിലൊന്നും പങ്കെടുക്കൊന്നുമില്ല. സ്റ്റേജ് പ്രോഗ്രാംസിന് അതിനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പേടിയായിരുന്നു. പക്ഷെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാനും സ്കൂളിൽ പോയപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അതെ അല്ലേ? ആ, ആ. പിന്നെ എല്ലാരുമായിട്ട് പെട്ടെന്ന് ഇന്ററാക്ട് ആവും. ആളുകളെ ഇടയിൽ ചെന്നിട്ട് കമ്പനി ആവാനൊക്കെ അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റേജ് പ്രോഗ്രാംസോ അതിനൊന്നും പാട്ടുപാടാ അങ്ങനെയുള്ളതൊന്നും പറ്റില്ല. അതൊക്കെ പേടിയാണ്. ആ ആ ആ. ഓ- ഓ. രാജേശ്വരി യെസ് മിസ്. ഏതാ, ഇൻട്രോവേർട്ടോ എനിക്ക് എക്സ്ട്രോവേർട്ടോ? എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്നുള്ളൂ, പിന്നെ കുഴപ്പമില്ല മിസ്റ്റർ. അപ്പൊ എക്സ്ട്രോവേർട്ട് ആണോ? ഏകദേശം ആണെന്ന് തോന്നുന്നു. അല്ലേ? എന്നോട് സംസാരിക്കണവര് ഇങ്ങനെ പറയും, ഭയങ്കരമായിട്ട് സംസാരിക്കണ്ടല്ലോ. എക്സ്ട്രോവേർട്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു ടീച്ചർ ആരായിരിക്കണം? എക്സ്ട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ, ഇൻട്രോവേർട്ട് ആണോ? ടീച്ചർ ആംബിവേർട്ട് ആവണം. എന്താണ്? ആംബിവേർട്ട് ആവണം. ആംബിവേർട്ട്. ആ യെസ്. എന്തുകൊണ്ടാണ് അപ്പൊ ഇൻട്രോവേർട്ട് ആയ കുഴപ്പം എന്താണ് ടീച്ചർ? കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ നടക്കില്ല. കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെ? പ്രോത്സാഹിപ്പിക്കാൻ അതെ. പറ്റുമോ? ഇല്ല ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? അതുകൊണ്ട് ഇൻട്രോവേർട്ട് ആവാനായിട്ട് അല്ലെങ്കിൽ ടീച്ചർ ഇൻട്രോവേർട്ട് ആവാനായിട്ട് പാടില്ല. അപ്പൊ ടീച്ചർ എക്സ്ട്രോവേർട്ട് ആയി കഴിഞ്ഞാലോ? ക്ലാസ് എടുക്കൽ നടക്കില്ല. ക്ലാസ് എടുക്കൽ നടക്കില്ല. കാണുന്നവരോട് പോകുന്നവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെ? അതെ അതെ. അപ്പോ ഇതിന് രണ്ടിനും ഇടയിലുള്ള ആളായിരിക്കണം ആര്? ടീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആംബിവേർട്ട് ആകാനാണ് ടീച്ചർ. ഇൻട്രോവേർട്ടും ആകരുത്, എക്സ്ട്രോവേർട്ടും ആവരുത്. രണ്ടിനും ഇടയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. അത്യാവശ്യം സംസാരിക്കണം, പക്ഷെ അതിൽ പേടിക്കാനും പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട്. ഇത് നമുക്ക് അടുത്തതിലോട്ട് പോകാം. അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ കാര്യങ്ങൾ പകർത്തണ്ട, കാരണം ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് മനസ്സിലാവണമെന്നില്ല. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ടെക്സ്റ്റ് വായിക്കുമ്പോ? ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ചോദിക്കില്ല എക്സാമിന്. ഞാൻ പറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, പേടിക്കണ്ട. ഇപ്പൊ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം, വായിച്ചു നോക്കരുത് എന്നല്ല പറയുന്നത്. എന്തായാലും വായിച്ചു നോക്കുക. പക്ഷെ ടെക്സ്റ്റിൽ കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരുന്നത്. മിസ് ഒരു ലെസൺ അല്ലേ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുള്ളൂ? ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, 7ാമത്തെ ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപർണ മാമും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇന്ന് കിട്ടുമായിരിക്കും, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളെയോ കിട്ടും കേട്ടോ 7ാമത്തെ ചാപ്റ്റർ. അപ്പൊ അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി ഒന്ന് എല്ലാവരും ഒന്ന് മൈൻഡിലൊന്ന് ആദ്യം പറയേണ്ടി വരും കേട്ടോ.
ആഴ്ച കഴിയുമ്പോ കമ്പയർ ചെയ്യാം. മിസ്സേ, ഞാനിപ്പോ പോണ സ്കൂളില് സാരി നിർബന്ധാണ്, യൂണിഫോം. അവർക്ക് ചുരിദാർ ഇട്ട് ചെല്ലാൻ പാടില്ല, സാരി മസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഏത് സ്കൂളാ? ഇവിടെ CNN എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ അവരുടെ +2 വരെ ഉണ്ട്. അവിടെ ശ്രീശങ്കര ശിശു വിദ്യാ മന്ദിർ എന്ന് പറഞ്ഞിട്ട് LKGയുടെ വേറെ സെക്ഷനാ. LKG കഴിഞ്ഞ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ളവർക്ക് ചുരിദാറാണ്. LKG സെഷൻ മാത്രം ടീച്ചർമാര് സാരി. ദിവസം ചുരിദാറേ ഇല്ല അവർക്ക്. അതല്ലേ. ടീച്ചർമാര് സാരി. അവിടെ യൂണിഫോം സാരി എന്തെങ്കിലും ഉണ്ടോ അപ്പൊ? ഇല്ല, യൂണിഫോം സാരി ഇല്ല. അവർക്ക് മൊത്തത്തിൽ യൂണിഫോം സാരി ഉണ്ട്. അത് വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോ എല്ലാ സ്കൂള് മൊത്തം ആ സാരിയാണ്. എല്ലാ മാസവും 1-ാം തീയതി, പിന്നെ അവരുടെ ആനുവൽ ഡേ അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് ആ മൊത്തം LKG സെഷൻ തൊട്ട് +2 വരെ ഒരൊറ്റ യൂണിഫോമാ. പിന്നെ വേറെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വേറെ യൂണിഫോം ഉണ്ട്. അത് അവരുടെ ഓരോ ചെറിയ ഇതൊക്കെ വരുമ്പോ, മീറ്റിങ്ങുകളൊക്കെ വരുമ്പോ അവര് ആ സാരിയൊക്കെ ചുറ്റണ കാണാം. LKG UKG ടീച്ചേഴ്സ് ഫുള്ള് എല്ലാ ദിവസവും സാരിയാണ്. 1ാം ക്ലാസ് മുതൽ ചുരിദാർ ഇടാം. പക്ഷെ ഇവർക്ക് സാരി. ഞാൻ ചെന്നപ്പോ എന്നെ ചുരിദാർ ഇട്ടാണ് ചെന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു സാരി മസ്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു വരുമ്പോ. അതിന്റെ ഒരു ടെൻഷൻ, എല്ലാം കൊണ്ടും ഒരു ടെൻഷനാണ്. ബുദ്ധിമുട്ടുണ്ടോ? സാരി ഞാൻ ചുറ്റും സാരി. പക്ഷെ ഞാൻ എങ്ങടേലും പോകണ്ട് തന്നെ 2 ദിവസം മുമ്പേ ഞാൻ സാരി തേച്ച് ചുറ്റി തുടങ്ങും, പിൻ ചെയ്ത് വെക്കും. അല്ലാണ്ട് പെട്ടെന്ന് ചുറ്റാൻ അറിയില്ല. അതങ്ങനെ എല്ലാരും അങ്ങനെ തന്നെ. അത് എടുത്തെടുത്ത് ശീലമാകുമ്പോ പിന്നെ കുഴപ്പമുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. അതെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി 2-3 ദിവസം ഉണ്ടല്ലോ. അതെ. നമുക്ക് 19-ാം തീയതി വൈവ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ 20-ാം തീയതി ഞങ്ങൾക്ക് സ്കൂൾ മുടക്കാം. അപ്പൊ ഞാൻ അന്നത്തേക്ക് എനിക്കൊന്ന് ടൈം ടേബിൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ PROനോട് പറഞ്ഞിട്ടുണ്ട്, ജിഷ മാമിനോടും പറഞ്ഞിട്ടുണ്ട്. ജോയിൻ ചെയ്ത ഉടനെ തന്നെ ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച 20-ാം തീയതിക്ക് എങ്ങാനും തരികയാണെങ്കിൽ, വൈവയുടെ ഡേറ്റ് തരികയാണെങ്കിൽ കുഴപ്പമില്ല. മുമ്പ് കഴിഞ്ഞു പോയേനെ. അത് പെട്ടെന്നായി. ടെൻഷനൊന്നും വേണ്ട. സാരിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കൂ കേട്ടോ. കൊറേ ടെൻഷനാ. അപ്പൊ ഇനിയിപ്പോ എക്സാം വരുന്നുണ്ട്, വൈവ വരുന്നുണ്ട്, ടീച്ചിങ് പ്രാക്ടീസ് എല്ലാം കൂടി ഒരുമിച്ചായി. ഇപ്പൊ നമ്മള് നീട്ടി കൊണ്ടുപോയതാ. അതാ ഉണ്ടായത്. ജനുവരി ഡിസംബർ ഒക്കെ ആയിട്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പഴാ ആലോചിക്കുന്ന, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ ആയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കണ്ട. അതെ. ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഞാനിങ്ങനെ പറയുമ്പോ ഇവിടെ ഹസ്ബൻഡ് പറയും, അതെ ചെറിയ കുട്ടികളാണ്, LKG UKG ആണ്, ശ്രദ്ധിക്കേണ്ട പ്രായമാണ് എന്നൊക്കെ പറയുമ്പോ, അതെ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ ഇപ്പൊ അതിനെ പറ്റി ചിന്തിക്കില്ല. ശരിയായിക്കോളും. ആദ്യത്തെ ദിവസം ചെല്ലുമ്പോ എല്ലാം ഓക്കെ ആവും കേട്ടോ. പോകുമ്പോ എനിക്കും അങ്ങനെയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ രാവിലെ തന്നെ ജിഷ മാമിനെ വിളിച്ചു പോകുമ്പോ.
പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞു, പിന്നെ ഒന്ന് അവരായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞപ്പോ റെഡിയായി. ആ, അത് ആദ്യത്തെ ദിവസത്തെ ആ ഒരു ടെൻഷൻ ബുദ്ധിമുട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ടീച്ചർ ഞാനുണ്ടല്ലോ, എനിക്ക് കുറച്ച് ഈ ഒരാഴ്ച ഒരു 2-3 ദിവസം PT ആയിരുന്നു. ഓരോ ക്ലാസ്സിന്റെ PT ആയിരുന്നു. അപ്പൊ ഉണ്ടല്ലോ, ഇച്ചിരി വലിയ കുട്ടികളുമാണല്ലോ. ടീച്ചറിന് ഒരുപാട് ഞാൻ വിചാരിച്ചിട്ട് എന്റെ മോളൊക്കെ എവിടെ പോവാ ഞാൻ മനസ്സ് വിചാരിച്ചിട്ടോ ദൈവമേ, എന്റെ മോളൊക്കെ ഇനി സ്കൂളിൽ പോകുമ്പോ എന്താകും, എങ്ങനെയായിരിക്കും ഇവരുടെ സ്വഭാവം എന്നൊക്കെ. ഇങ്ങനെ എല്ലാ വ്യത്യസ്തരായ കുട്ടികൾ അങ്ങനെ PTAക്ക് വരുമ്പോഴാണ് നമ്മൾ ഓരോ പേരൻസ് ഇങ്ങനെ പറയുന്നത്. നമ്മള് ഇതൊക്കെ കുട്ടികളുടെ സൈക്കോളജിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇവര് ഈ മൊബൈൽ ഫോണ്, നമുക്ക് മൊബൈൽ ഫോണിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. ഇപ്പൊ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ സ്കൂളിൽ ചെന്നിരിക്കണം ടീച്ചർ, അപ്പോഴാണ് ഇതിൽ ശരിക്കും ഉള്ളത് നമ്മൾ മനസ്സിലാകുന്നത്. എല്ലാ പേരൻസും ഒട്ടുമിക്ക കുട്ടികളും, ഞാൻ ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് സ്കൂൾ തുറന്ന് ചെന്നതല്ലേ, അപ്പൊ എല്ലാ ടീച്ചേഴ്സിന്റെ കയ്യിൽ ക്രിസ്മസ് എക്സാം ഷീറ്റ് കൊടുക്കല. ഒട്ടുമിക്ക കുട്ടികളും തോറ്റേക്കുവാ. എന്നിട്ട് എല്ലാ പേരൻസും വരുമ്പോ ഇതാണ് ഈ മൊബൈൽ ഫോണ്. ടീച്ചറെ നമ്മളോടില്ല, ഞാൻ പുതിയതല്ലോ, എന്നോടല്ല, പഠിപ്പിക്കുന്ന ടീച്ചർമാരോട്. നമ്മൾ സ്റ്റാഫ് റൂമിൽ കേട്ടോണ്ടിരിക്കുമല്ലോ, ടീച്ചറെ ഫോണിലാ ടീച്ചറെ, മൊബൈല് താഴെ വെക്കില്ല ടീച്ചറെ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പൊ ടീച്ചർമാരിങ്ങനെ പറയാണ്, നിങ്ങൾ ഞങ്ങളോട് ടീച്ചറെ മൊബൈലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഈ മൊബൈൽ കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ മൊബൈൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നല്ല അടി വെച്ച് കൊടുക്കുക. അങ്ങനെ ഒക്കെ പറഞ്ഞ ടീച്ചർമാര് പറയുവാണെ. അത് കഴിഞ്ഞ് ഞാനൊരു ക്ലാസ്സിൽ ചെന്നപ്പോ ചോദിച്ചു, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സാ. അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തമായിട്ട് മൊബൈലുള്ള ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഒത്തിരി കൈകൾ ഇങ്ങനെ പൊങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ വേണ്ട, മൊബൈൽ ഇല്ലാത്തവര് കൈ പൊക്കുക, അതാണ് കുറച്ച് എളുപ്പം. നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾ ഈ 50 കുട്ടികളില് അച്ഛന്റെ അമ്മയുടെ മൊബൈൽ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല, ഉപയോഗിച്ചോ. അതല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഇല്ലാത്ത ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. 7ാം ക്ലാസ് ആയിരുന്നു. ടീച്ചറെ, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്, 3 ആൺകുട്ടികൾക്ക് മാത്രം മൊബൈൽ സ്വന്തമായിട്ടില്ല. അവര് മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്, പക്ഷെ അച്ഛന്റെ അമ്മയുടെയാണ്. ഇത് പെൺകുട്ടികൾ. അപ്പൊ ഞാൻ ഓർത്തേ, നമ്മൾ വിചാരിക്കും ആൺകുട്ടികളായിരിക്കും ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അല്ല, പെൺകുട്ടികൾക്ക് ഒരാൾക്ക് പോലും മൊബൈൽ ഇല്ലാത്തില്ല, എല്ലാവർക്കും മൊബൈലുണ്ട്. പക്ഷെ ആൺകുട്ടികളിൽ 3 പേർക്ക് മൊബൈലില്ല. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഇവിടുന്ന് ഈ ക്ലാസ്സിൽ നിന്ന് എല്ലാ സബ്ജക്റ്റിനും പാസ്സായ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോഴും ഈ മൊബൈൽ ഇല്ലാത്ത 3 പേരെ പാസ്സായിട്ടുണ്ട്. വേറെ ഒരാളും ആ ക്ലാസ്സിൽ നിന്ന് എല്ലാ സബ്ജക്റ്റിനും പാസ്സായിട്ടില്ല. ഈ മൊബൈൽ ഇല്ലാത്ത 3 പേര് പാസ്സായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഈ മൊബൈലിന്റെ ഒരു ഉപയോഗം. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്റെ മോളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി കഴിയുമ്പോഴേ എന്താകും. ഇങ്ങനെ എനിക്ക് സ്കൂളിലേക്കൊക്കെ വിടുന്ന ഓർത്തപ്പോ പേടിയായി, എന്ത് ചെയ്യണം. പിന്നെ ഒരു കുട്ടി സോഷ്യൽ സയൻസ് 9ാം ക്ലാസ്സുകാരനാട്ടോ, ഞാൻ പഠിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ, സ്റ്റാഫ് റൂമിലിരുന്ന സോഷ്യൽ സയൻസിന്റെ പേപ്പർ ടീച്ചർ കൊടുക്കുക, 80-ൽ 3 മാർക്ക്. അപ്പൊ ടീച്ചർ ഇവനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുക, നീ ഇതിനാണോടെ സ്കൂളിൽ വരുന്നത്, നിന്റെ അച്ഛനും അമ്മയും ഇതിനാണോ നിന്നെ കഷ്ടപ്പെട്ട് സ്കൂളിൽ വിടുന്ന ഈ 80-ൽ 3 മാർക്ക് മേടിക്കുക. അപ്പൊ ഇവൻ ടീച്ചറിനെ ഒരൊറ്റ പേടിപ്പിക്കില്ല ഇവൻ. അതിനാ ടീച്ചറെ എനിക്ക് 80-ൽ 3 കിട്ടിയില്ലേന്ന്. ഞാനും ഞെട്ടിപ്പോയി, ടീച്ചറും ഞെട്ടിപ്പോയി. ടീച്ചർ ഒന്നും മിണ്ടിയില്ല, തിരിച്ചു വിട്ടു. ഇപ്പത്തെ പിള്ളേരിങ്ങനെയാണ്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, ഈ സ്കൂളിലേക്ക് തന്നെ എന്റെ മോളെ വിടാനിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, പിള്ളേരൊക്കെ ഇങ്ങനെയാണല്ലോ, നമ്മളെങ്ങനെ വിടും? നമുക്ക് പേടിയാവും. പിന്നെ ഉണ്ടല്ലോ മേഡം, പേരൻസ് ഓരോരുത്തർ വരുമ്പോ ഓരോരുത്തരുടെ കഥകളും സങ്കടങ്ങളും കേൾക്കണം. നമുക്ക് വിഷമാകും ഇവരിങ്ങനെ ഇവരുടെ ഓരോ കഷ്ടപ്പാടുകളും അങ്ങനെയൊക്കെ പറയാം. അത് കഴിഞ്ഞ് 7ാം ക്ലാസ്സിലെ ഒരു കൊച്ചിന്റെ അമ്മ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞു നിലവിളിച്ച് ഓടി വരുക സ്റ്റാഫ് റൂമിലേക്ക്. അപ്പൊ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ചോദിക്കും, എന്താ പ്രശ്നം, എന്താ എന്ന് ചോദിച്ചപ്പോ, ചെറിയ കുട്ടിയാ മേഡം, 7ാം ക്ലാസ്സുകാരനാന്ന് പോലും തോന്നില്ല, കുഞ്ഞു കുട്ടിയാ. എന്നിട്ട് അതിന്റെ അമ്മ പറയുകയാണ്, തലേദിവസം ഇവരെവിടെയോ മരിച്ചിടത്ത് പോയിന്ന്. മരിച്ച വീട്ടിൽ ഈ കുട്ടിയെ കാണാതെ അന്വേഷിച്ചപ്പോ അവൻ കൂട്ടുകാരന്റെ കൂടെ പോയി നിന്ന് സിഗരറ്റ് വലിക്കുവാന്ന്. എന്നിട്ട് ഈ അമ്മയ്ക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റാഞ്ഞിട്ട്, അല്ലെ ഇവനെ തല്ലിയിട്ട് പറഞ്ഞിട്ടൊന്നും ശരിയാഞ്ഞിട്ട് അമ്മ കരഞ്ഞുകൊണ്ട് ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് വന്നേക്കുവാ. അങ്ങനെ നമ്മൾ സ്കൂളിൽ ചെന്നിരിക്കുമ്പോഴാണ് മേഡം ഓരോ കുട്ടികളെയും ഇത് കാണുന്നത്. എനിക്കാണ് പേടിയായി എന്റെ മോളെയൊക്കെ സ്കൂളിലേക്ക് വിടാൻ. വലുതാകണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്ത് ചെയ്യാൻ. കുറെ എക്സ്പീരിയൻസ് ഉണ്ടായല്ലോ ഇപ്പൊ.
എനിക്ക് വലിയ കുട്ടികളായതുകൊണ്ട് കുറേ ഉണ്ടായി മേഡം. എനിക്കപ്പോ എന്റെ മോള് വലുതാകണ്ടായിരുന്നു, സ്കൂളിൽ വിടണ്ടായിരുന്നു, വിടാറാകണ്ടായിരുന്നു എന്ന് തോന്നി. അങ്ങനെ ഒത്തിരി കുട്ടികൾ അങ്ങനെ എനിക്കങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായി. ആനിവേഴ്സറി ആന്ന് പറഞ്ഞില്ലേ ഒരു ക്ലാസ്സിൽ ചെന്നപ്പോ ഒരു ക്ലാസ്സിൽ 3 പെൺകുട്ടികളെ ഉള്ളു ആകെ, ബാക്കി 10-28 ആൺകുട്ടികളും ഈ മൂന്ന് പെൺകുട്ടികളും ഉള്ളു. അപ്പൊ അതിലൊരു കുട്ടി എന്നോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹ, പക്ഷെ എനിക്ക് ഡ്രസ്സില്ല, പിന്നെ അമ്മയൊന്നും അച്ഛനൊന്നും ഡ്രസ്സൊന്നും മേടിച്ചു തരില്ല, അങ്ങനത്തേതാ, എനിക്ക് ഡ്രസ്സില്ല. ഭയങ്കര ഒരു കുഞ്ഞി കുട്ടിയാട്ടോ, മെലിഞ്ഞു ഉണങ്ങിയ ഒരു കുട്ടി. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ പറയാം, എനിക്ക് ടീച്ചറെ എനിക്ക് ഡാൻസ് കളിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പൊ ഈ അടുത്തിരുന്ന കുട്ടി എന്നോട് പറയുന്നത്, ടീച്ചർ ഇവള് നന്നായിട്ട് ഡാൻസ് കളിക്കും, ഇവള് അമ്പലത്തിലൊക്കെ കളിക്കുന്ന കണ്ടിട്ടുണ്ട്, ഇവള് നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന്. പക്ഷെ എനിക്ക് അവൾക്ക് ഡ്രസ്സില്ല, പൈസയൊന്നുമില്ല. പിന്നെ ഞാൻ അപ്പൊ അങ്ങനെ ടീച്ചർമാർ ഇത് അറിയുന്നില്ല. എന്നിട്ട് ഞാൻ എന്റെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെ ഈ കുട്ടി നന്നായിട്ട് ഡാൻസ് കളിക്കും. അപ്പൊ ടീച്ചർ പറഞ്ഞു, എനിക്കറിയാം ശുഭേ, ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ കളിപ്പിച്ചതാ, പക്ഷെ പൈസ ഇല്ല, സാമ്പത്തിക പ്രശ്നം, എല്ലാ പൈസയും ഞാൻ തന്നെ കയ്യിൽ നിന്ന് മുടക്കണം. അപ്പൊ ഇപ്പൊ ഇത് ഈ വർഷം തീരാറായല്ലോ, അപ്പം ഈ സ്കൂൾ ബസിന്റെ പൈസയൊക്കെ ഞാൻ തന്നെ കയ്യിൽ നിന്ന് കൊടുക്കണം. അപ്പൊ എനിക്ക് ഇവളെയും കൂടെ ഡാൻസ് കളിപ്പിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ആക്കാത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അതിന് ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊടുത്ത് ആനിവേഴ്സറിക്ക് ഡാൻസ് ഉണ്ട്. അങ്ങനെ വളരെ പാവപ്പെട്ട അച്ഛന്റെ അമ്മയുടെ ഒക്കെ മക്കളെ, ഇത് CBSE ഒന്നും അല്ലല്ലോ, ഇത് SNDP സ്കൂളാ. ഇവിടെ ഒത്തിരി പാവപ്പെട്ടവര്, അതായത് ഇവിടെ ചുറ്റിനും നല്ല CBSE സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇച്ചിരിയെങ്കിലും പറ്റുന്ന പേരൻസ് ഒക്കെ ഈ CBSE സ്കൂളിലേക്ക് വിടും. തീരെ നിവൃത്തിയില്ലാത്ത പേരൻസും, പിന്നെ അതുപോലെ കുറെ പള്ളിയിലച്ചന്മാര് അവരുടെ ഓർഫനേജ് പോലെയുള്ള ഇതിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നൊക്കെ ഒത്തിരി കുട്ടികളുണ്ട് ഇവിടെ. അപ്പൊ നമ്മള് ഓരോരുത്തരുടെ കഥ കേൾക്കുമ്പോ, ഈ കുഞ്ഞു പിള്ളേരല്ല, തീരെ പൊടി പിള്ളേരല്ലല്ലോ, അപ്പൊ ഇവര് നമ്മളോട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് വിഷമം തോന്നും. അപ്പൊ നമ്മൾ ഓർക്കും, നമ്മളൊക്കെ എത്ര നല്ല സൗഭാഗ്യങ്ങളിൽ ഇരിക്കുന്നവരാ. ഈ പ്രായത്തിൽ ഈ കുട്ടികള് ഇത്രയും ഒക്കെ സ്ട്രഗിൾ ചെയ്ത് ഇത്രയും വേദനകൾ സഹിച്ചാണല്ലോ വരുന്നതെന്ന് ഒരു കൂട്ടരെ നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ ഒരു കൂട്ടര് ഈ സിഗരറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വീട്ടില് അത്യാവശ്യ സൗകര്യങ്ങൾ പേരൻസ് എല്ലാം കൊടുത്ത് വിടുന്നവരുണ്ട്. പക്ഷെ ഈ സിഗരറ്റ് പോലെയുള്ള സാധനങ്ങൾ, പിന്നെ ക്ലാസ്സിൽ നിന്ന് ഞാനൊരു സാധനം കണ്ടേ, സിഗരറ്റ് പോലെ ഇവര് ക്ലാസ്സിൽ ഒരു സാധനം വെച്ച് ഇങ്ങനെ കഴിക്കുക. അത് മിഠായി എന്നാണ് ഇവർ പറയുന്നത്, കണ്ടാൽ സിഗരറ്റ് പോലെ ഇരിക്കും. ഞാൻ പക്ഷേ ക്ലാസ് ടീച്ചറെ അറിയിച്ചു, അല്ലാണ്ട് നമ്മള് ഒരു മാസത്തേക്കേ ഉള്ളൂ, നമുക്കതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. പക്ഷെ ടീച്ചറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഇവരുടെ കയ്യിലുണ്ട്, മിഠായി എന്നാണ് ഇവർ പറയുന്നത്, പക്ഷെ ഇപ്പൊ ഈ മയക്കുമരുന്നൊക്കെ ഇല്ലേ ടീച്ചർ, ഇത് നമുക്ക് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ടീച്ചറെ അറിയിച്ചു. അങ്ങനെ ഒരു കൂട്ടര് വീട്ടിൽ ഇച്ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ എല്ലാം കൊടുത്തൊക്കെ വിടുന്ന പേരൻസ് ആണെങ്കിൽ ഇതുപോലെ സിഗരറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു കൂട്ടം കുട്ടികൾ. പിന്നെ ഞാൻ ഒത്തിരി കണ്ടതുണ്ടല്ലോ മേഡം, ഈ പേരൻസിന്റെ ഇത് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പേരൻസ് തമ്മിൽ പ്രശ്നമുള്ള കുട്ടികൾ ഭയങ്കര പ്രശ്നക്കാരാണ്. നമുക്കത് അറിയാലോ, കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ്, അച്ഛൻ എന്നും കുടിച്ചിട്ട് വരിക, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുക, അച്ഛൻ ഒരിടത്ത് അമ്മ ഒരിടത്ത്, അങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന അങ്ങനത്തെ കുട്ടികൾ ഭയങ്കര പ്രശ്നക്കാരാണ് അവര്. പിന്നെ അങ്ങനെയുള്ളവരുണ്ടല്ലോ, ഭയങ്കര ഡിസോർഡറുകളാണ് അവർക്ക്. ക്ലാസ്സിലൊക്കെ ഇരുന്നാലും ക്ലാസ്സിൽ അവർക്കൊരു അറ്റൻഷൻ ഇല്ല, മൊത്തത്തിൽ അവർ ക്ലാസ്സിലിരിക്കുന്ന അവരുടെ ഒരു അപ്പിയറൻസ് ഒക്കെ ഭയങ്കര മോശമായിരിക്കും. നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ. അപ്പൊ ഞാൻ കണ്ടു ഒത്തിരി കുട്ടികൾ ഈ കൂട്ടത്തിൽ അങ്ങനെയുണ്ട്. അച്ഛൻ വേറെ ഉള്ളത്, അമ്മ വേറെയുള്ള, അമ്മ ആരുടെയെങ്കിലും കൂടെ പോയവര്, അച്ഛൻ മദ്യപിച്ച് എവിടെയെങ്കിലും കിടക്കുന്നവര്, അങ്ങനെയുള്ള ഒത്തിരി കുട്ടികളെ ഞാൻ ഈ ഒന്നര ആഴ്ച കൊണ്ട് പരിചയപ്പെട്ടു. അങ്ങനെയുള്ളവരുണ്ടല്ലോ മാഡം, ഇമോഷണലി മെന്റലി ഭയങ്കര പ്രശ്നം ആണ്. അങ്ങനെയുള്ളവർക്കുണ്ടല്ലോ ആരോടും സ്നേഹമോ അങ്ങനെയൊന്നുമില്ല. അവരുണ്ടല്ലോ, അവർക്ക് എല്ലാവരോടും ഒരു ശത്രുതയാ. ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് മാഡം, അവർക്ക് ആരോടും സ്നേഹമില്ല. അവരിങ്ങനെ ഈ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്ന് അവർ മൊത്തത്തിൽ എല്ലാവരോടും അവർ കുറച്ച് കൂടുതൽ റിബൽ ആകുന്നത് പോലെ അവർക്ക് എല്ലാവരോടും ഒരു ദേഷ്യ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കുട്ടീനെ കണ്ടു. ഒത്തിരി പേരെ ഞാൻ കണ്ടുകൊണ്ട് വേണം. അപ്പൊ അതിലൊരു കുട്ടി ഇന്നലെ, ആ കുട്ടി ക്ലാസ്സിൽ ഒരു ബോയിയാ, ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കുക.
എന്തോ നിസ്സാര കാര്യമാണ്, ഒരു 7 പഠിക്കുന്ന കുട്ടിയാ. അപ്പൊ ഇങ്ങനെ എന്തോ പെൻസിൽ പേന അങ്ങനത്തെ നിസ്സാരമായ ഒരു പ്രശ്നമാണ്. എന്നിട്ട് ഈ ആൺകുട്ടി പെൺകുട്ടിയോട് പറയട്ടോ, ടീച്ചർ നീ ഇന്ന് പോണ വഴിക്ക് നിനക്ക് ഒരു വലിയ ടോറസ് ലോറി നിന്റെ മേളിൽ കൂടെ കയറി നീ ചതഞ്ഞ് അരഞ്ഞു പോട്ടേന്ന്. എനിക്കങ്ങ് ഭയങ്കര, നമുക്ക് അങ്ങനെ ഒരു വയലൻസ് അവരുടെ ഉള്ളിലെ. അപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇന്ന് നടന്നു പോവില്ലടാ, ഞാൻ ഇന്ന് ഓട്ടോയ്ക്ക് പോകും, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പൊ ഈ ബോയ് പറയുവാണ്, നീ പോകുന്ന ഓട്ടോയുടെ മേളിൽ കൂടെ ഒരു ടോറസ് ലോറി കയറി ഓട്ടോയും നീയും കൂടെ ചതഞ്ഞ് അരഞ്ഞു പോട്ടെ എന്ന്. അപ്പൊ ഞാൻ അവനെ ഇങ്ങനെ ശ്രദ്ധിച്ചോട്ടോ, അവന്റെ ഒരു കണ്ണും അവന്റെ അപ്പത്തെ ഒരു മുഖഭാവം ഒക്കെ കാണാമായിരുന്നു. എന്തും ചെയ്യാൻ. ചിലപ്പോ ഉണ്ടല്ലോ, ഈ ടോറസ് ലോറി വന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഒരിടത്ത് തനിച്ച് കിട്ടിയാൽ ഇവൻ അതിനെ കൊല്ലും. അതുപോലെ ഒരു ഭീകരമായ മുഖവും. അപ്പത്തെ ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കണമായിരുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ക്രൂരതയും ആ കുട്ടിയുടെ ആ ഒരു 7ാം ക്ലാസ്സുകാരന്റെ കണ്ണിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിത് സ്റ്റാഫ് റൂമിൽ ചെന്ന് പറഞ്ഞ് ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോഴാണ് ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു, ശുഭേ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അച്ഛൻ ഭയങ്കര കുടിയനാണ്, കുടിച്ച് അച്ഛൻ എവിടെയോ പോയി, ഒക്കെ ഇങ്ങനെ പോയി. അമ്മ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ ഒരാളെ കണ്ടുപിടിച്ച ഒരാളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇവരിങ്ങനെ ഇവര് 3-4 പിള്ളേരും കൊണ്ട് ഉണ്ട്. പക്ഷെ ഈ ഉള്ള പിള്ളേരെല്ലാം ഈ അമ്മയുടെ ഓരോരോ അച്ഛന്മാരാ. ഒരു ഫാമിലി അങ്ങനെയൊന്നുമില്ല. ഈ അമ്മയും ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പൊ ഈ അമ്മ കൂടെ കൂടിയേക്കുന്ന അയാൾ എന്തോ ക്രിമിനൽ കേസിനൊക്കെ ജയിലിൽ വരെ പോയിട്ടുള്ള ഒരാളാ. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. നമുക്ക് കൂടുതലൊന്നും പറയാനും ചെയ്യാനും ഇല്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു പോയാണ്ടല്ലോ, ഇവൻ വഴിക്ക് വെച്ച് നമ്മളെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ആളാണ് ശരിക്കും. അതുകൊണ്ട് വേണം ഈ അച്ഛനും അമ്മയും ഒന്നിച്ചല്ലാത്ത കുട്ടികളെ, അത് അറിയുന്ന ഒരു കാര്യമാണെങ്കിലും അത് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ അതിശയിച്ച് ഈ കുട്ടിയെ നോക്കി ആ 7ാം ക്ലാസ്സുകാരന്റെ കണ്ണിലേക്കൊന്ന് നോക്കണമായിരുന്നു. അപ്പൊ കണ്ട ഇതുവരെ ഞാൻ എന്റെ ഇത്ര ഏജിൽ കണ്ടിട്ടില്ലാത്ത എല്ലാ ക്രൂരതയും അവന്റെ ആ കണ്ണുകളിലുണ്ടായിരുന്നു. ആ ലോറി കയറി അരയും എന്ന് പറയുമ്പോ അവന്റെ ആ ഒരു മുഖത്തെ, അപ്പൊ അവൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അവൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം കാണണമായിരുന്നു. അവിടെ അവന്റെ മുഖത്ത് അതുണ്ടായിരുന്നു. ഞാനപ്പോ ഓർത്ത് ഈ കുട്ടി വലുതാകുമ്പോഴേ ഇവൻ എന്തായി തീരുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ, നമുക്ക് പേടിച്ചിട്ട് അവനോടൊന്നും മിണ്ടാൻ പറ്റില്ല. അങ്ങനെ 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 കുറെ അങ്ങനെ കുറേ കഥകൾ ഉണ്ടായിരുന്നല്ലേ പറയാനായിട്ട്. അതെ എന്റെ പൊന്നു ഒന്നും പറയണ്ട. നമ്മളെ ഈ കുട്ടികളിലെ അപ്പൊ ശരിക്കും ഞാൻ ഓർത്ത് വേണം, അപ്പൊ നമ്മുടെ കുട്ടികളെ കുറിച്ച് നമ്മുടെ വിചാരം, നമ്മുടെ കുട്ടിയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടി എന്നല്ലേ. അപ്പൊ പക്ഷെ പിന്നെ ഉണ്ടല്ലോ മാഡം, ഞാൻ ശരിക്കും ടീച്ചർ പഠിപ്പിച്ചില്ലായിരുന്നു പിയർ ഗ്രൂപ്പിനെ കുറിച്ച്. പിയർ ഗ്രൂപ്പിൽ എത്തുമ്പോഴാണ് അത് ഞാൻ ശരിക്കും ക്ലാസ്സിൽ ചെന്നപ്പോ അപ്പൊ ടീച്ചർ പഠിപ്പിച്ച കാര്യം ഞാൻ ശരിക്കും ചിന്തിച്ചു. കാരണം എന്താണെന്നറിയാമോ, ഈ കുട്ടികൾ ശരിക്കും എന്റെ കുട്ടിയായപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞ് ചിന്തിച്ചു, നമ്മുടെ കുട്ടിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഇവരുടെ ആ ഒരു പിയർ ഗ്രൂപ്പിൽ ചെല്ലണം. അപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടിയെ നമ്മളുണ്ടല്ലോ സ്കൂൾ വിട്ടു പോകുമ്പോൾ വെളിയിലൊക്കെ വെച്ച് കണ്ടാല് ഇവരെ നമുക്ക് അത്ര മനസ്സിലാവില്ല. പക്ഷെ ഇവരുടെ സമപ്രായക്കാരുടെ കൂടെ, സഹപാഠികളുടെ കൂടെ ക്ലാസ്സിലിരിക്കണം. അപ്പോഴാണ് ഇവരുടെ ശരിക്കുള്ള സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കുട്ടി ശരിക്കും എന്താണ് അവന്റെ ഒരു ഓൺ ക്യാരക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ ശരിക്കും അവനെ ആ ഒരു സമപ്രായക്കാരുടെ കൂടെ ഇരുത്തണം. അപ്പോഴാണ് ഇവരിലെ ശരിയായ സ്വഭാവം പുറത്തു വരുന്നത്. അപ്പൊ ഞാൻ എന്റെ മോളെ കുറിച്ചൊക്കെ ചിന്തിച്ചു കേട്ടോ. കാരണം നമ്മളെല്ലാരും വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടികളെന്ന്. എല്ലാ അമ്മയും അച്ഛനും അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മോളെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ഈ എന്റെ മോളുടെ അതേ പ്രായമുള്ള കുറെ പേരുടെ കൂടി ഇരുത്തുമ്പോഴാണ് ശരിക്കും ഇവളെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചു. ശരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ഒരേ പ്രായത്തിലുള്ള ഒരു 10 പേര് ഒരുമിച്ചിരുന്നാൽ ശരിക്കും നമുക്ക് മനസ്സിലാവും ഇതിൽ ഓരോരുത്തരും എന്ത് സ്വഭാവക്കാരാണ്, അല്ലെങ്കിൽ ശരിക്കും ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയത് നന്നായി. കുറെ എക്സ്പീരിയൻസ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി ട്യൂസ്ഡേ ആരാണ് ക്ലാസ്സിൽ ഉണ്ടാവുക? രാജേശ്വരി ഉണ്ടാവില്ലേ ക്ലാസ്സിൽ? ട്യൂസ്ഡേ ക്ലാസ്സിൽ ഉണ്ടാവും അടുത്ത ആഴ്ച ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ട്യൂസ്ഡേ ഞാൻ ഇവിടെ മുടക്കാണ്, സ്കൂൾ മുടക്കാം.
സ്കൂള് മുടക്കാണ്. മിനുവൊക്കെ ഉണ്ടാവും അപ്പൊ? ട്യൂസ്ഡേ ഞാൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒന്ന് നമുക്കൊരു ടോപ്പിക്, ഈ ആബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ആ ടോപ്പിക് എടുത്തിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാമോ? ചെയ്യാം മാം. മിനു ചെയ്യൂ, ആബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി കേട്ടോ. സുബിത ഉണ്ടാവോ? സുബിത? ഞാൻ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ ചോദിച്ച എന്തായാലും ചൊവ്വാഴ്ച പറയില്ല, കാരണം തിങ്കളാഴ്ച ചോദിച്ചാ ഉണ്ടാവും മിസ്സേ. ഉണ്ടാവും അല്ലെ? അപ്പൊ കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്, അത്രയും ഉണ്ട് കേട്ടോ. അതൊന്ന് ചെയ്യാൻ നോക്കുക ടോപ്പിക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. രാജേശ്വരി. മാം ഞാൻ നോക്കിട്ട് വരാം, എനിക്ക് കയറാൻ പറ്റുമോന്ന് അറിയില്ല, ഓഫീസ് ആയതുകൊണ്ട് മാക്സിമം ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ, കയറുവാണെങ്കിൽ പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ശുഭയോട് ഞാൻ പറയുന്നില്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോയില്ലേ? ചൊവ്വാഴ്ച മിനു എന്താ സ്കൂളിന് അവധി? എന്തെങ്കിലും അങ്ങനെ അവധിയുള്ള ദിവസമാണോ? ഞങ്ങൾക്ക് ഇവിടെ ലോക്കൽ ഹോളിഡേ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് ക്ലാസ് കാണാം ടീച്ചർ. ഞാൻ പറയട്ടെ, അളകയും പോവുമല്ലോ, അതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു ടീച്ചർ. 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ അടുത്ത ആഴ്ച തുടങ്ങി. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്.